കൊടും ചൂടിൽ ഈ ഒരു ഡ്രിങ്കിനോട് മുഹബത്ത് തോന്നാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. ഈ ഡ്രിങ്കിൻ്റെ പേരും അങ്ങനെ തന്നെ, മുഹബത്ത് കാ സർബത്ത്. ഇനി നമുക്ക് ഈ ഒരു ഡ്രിങ്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ. അതിനായി ഒരു തണ്ണിമത്തനെടുത്ത് മുറിച്ച് അതിൻ്റെ പകുതി പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലപോലെ അരിഞ്ഞെടുക്കുകയാണ്, ചെറുതായി കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. ഇനി നമുക്കത് അരിഞ്ഞെടുത്ത ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബൗളിലാണ് നമ്മൾ സർബത്ത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി അതിലേക്ക് നമ്മളൊരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അത് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തേക്കും ആ പഞ്ചസാര ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നല്ല തണുത്ത പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് തിളപ്പിച്ചാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുത്ത പാലാണ്. പാൽ വെച്ച ശേഷം നല്ലപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. എത്രത്തോളം നമ്മൾ ബീറ്റ് ചെയ്യുന്നോ അത്രത്തോളം നല്ലൊരു കളറ് കിട്ടും. നല്ല റോസ് കളറായി വന്നിട്ടുണ്ട് ഇത്. ഇനി നമ്മൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സോക്ക് ചെയ്ത് വെച്ച കസ്കസ് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. നല്ല തണുവ് വേണ്ടവർക്ക് കൂടുതൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുഹബത്ത് ശരിക്കും തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു ഡ്രിങ്കാണിത്. അത്രയും ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ്. ഈ വേനൽക്കാലത്ത് നമുക്ക് പെട്ടെന്ന് ചൂട്ടത്തു നിന്നൊക്കെ വരുമ്പോൾ കഴിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. എല്ലാവരുടെ വീട്ടിലും ഈ തണ്ണിമത്തൻ ഈ വേനൽക്കാലത്ത് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.